ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ബിഗോണിയ പ്ലാന്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെങ്കിൽ നമ്മൾ പലരും നമുക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ബിഗോണിയ പ്ലാന്റ് ഒന്നുകിൽ അഴുകിപ്പോകുക, നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു വംശം അങ്ങ് നശിച്ചു പോകുന്നൊരു ഇതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ടിപ്പ്, നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ബിഗോണിയ പ്ലാന്റ് ഉണ്ടെങ്കിൽ ആ ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മൾ മറ്റ് ചട്ടികളിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബിഗോണിയ പ്ലാന്റിന് ഒരുപാട് വെള്ളം കൊടുക്കരുത്. അതായത് ഓവർ വാട്ടറിങ് ഒട്ടും പറ്റില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് സാൻഡി ആയിട്ടുള്ള മണ്ണ് വേണം, അല്ലെങ്കിൽ കുറച്ച് മെറ്റലും ഒക്കെ ചേർത്ത ഒരു മണ്ണിലേക്കാണെങ്കിൽ ഇത് കുറേ നാൾ നിൽക്കുക. അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മണ്ണിലാകുമ്പോൾ വെള്ളം കെട്ടി നിന്ന് അതിൻ്റെ റൂട്ട് അളിഞ്ഞു പോകും. പക്ഷേങ്കിൽ കുറച്ച് മെറ്റലും അതേപോലെ മണലും ഒക്കെ ചേർന്ന ഒരു പോട്ടിംഗ് മിക്സ് ആണെങ്കിൽ നമുക്കത് ഈസി ആയിട്ടത് ആ ചെടി നശിക്കാതെ നമുക്ക് കുറേ നാൾ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത്, നമ്മുടെ ഈ ബിഗോണിയ പ്ലാന്റ്സിനെ എപ്പോഴും നമ്മൾ കൊണ്ടുപോയി ഒരു ഭയങ്കരമായ സ്ട്രോങ് സൺലൈറ്റിൽ വെക്കരുത്. ഒരു പാർഷ്യലി ഷെയ്ഡുള്ള ഏരിയ സെലക്ട് ചെയ്ത് വേണം നമ്മൾ എപ്പോഴും ഈ ബിഗോണിയ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ബിഗോണിയ പ്ലാന്റ്സ് നമുക്ക് രണ്ട് രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ലീഫ് പ്രൊപ്പഗേഷനും, ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ തണ്ട് മുറിച്ചും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും. അതിൻ്റെ ലീഫ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. ലീഫ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവുക, ആ ചെടി നമുക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അവർക്ക് ആ ചെടി തരാനില്ല എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. അതിൻ്റെ ചെറിയൊരു ലീഫ് കട്ടിങ് നമ്മൾ അവരോട് ചോദിച്ചാൽ മതി. ഇതുപോലത്തെ ഒരു നല്ല ഹെൽത്തി ആയിട്ടൊരു ലീഫ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്റ്റെം കട്ടിങ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെം നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു 6 മാസം ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, നമ്മുടെ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരും. ഇതിൻ്റെ കണ്ടോ, ഓരോ മുട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ നോട്ട്സ് വരുന്ന ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആ ഒരു ഭാഗം നോക്കി നമ്മൾ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വേര് വരും. ഇത് കേട്ടോ, ഇപ്പോൾ ഇത് ഓൾറെഡി ഇതിൻ്റെ ആ ഒരു മുട്ടിൻ്റെ ഒരു ഭാഗത്ത് ഒരു ബ്രാഞ്ച് പോലെ ചെടി വന്നു കഴിഞ്ഞു. കണ്ടോ, ഈ ഒരു ഭാഗം നോക്കി നമുക്ക് കട്ട് ചെയ്ത് നടാം. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. നമ്മുടെ ഈ ബിഗോണിയ പ്ലാന്റിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല ബുഷിയായിട്ട് ഇത് വളർത്തിയെടുക്കാം. ഇത് ഒരുപാട് ഹൈറ്റ് പോകുന്നൊന്നും വിഷമിക്കേണ്ട. ഒരു 5 അടിയൊക്കെ നീളമേ വരത്തുള്ളൂ കേട്ടോ. ഒരു 5 ഫീറ്റ് ഹൈറ്റ് മാത്രമേ വരത്തുള്ളൂ. ഇപ്പം ഞാൻ മെറ്റലിൽ എങ്ങനെയാണ് നമ്മൾ ഈ ബിഗോണിയ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കുന്ന പോട്ടാണ്. ഇപ്പം ഞാൻ കുറച്ച് മെറ്റൽ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ബിഗോണിയയുടെ നല്ലൊരു ലീഫ് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് മണലിട്ട് കൊടുക്കാം. മണലെന്ന് പറയുമ്പം മണ്ണും കൂടെ ചേർന്ന് ഒരു പോട്ടിംഗ് സോയിലാണ് കേട്ടോ. വെറും മണൽ മാത്രമല്ല, അതിൽ കുറച്ച് മണ്ണും കൂടെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് മണ്ണില്ല എങ്കിൽ കമ്പോസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇതേ രീതിയിൽ ഇല ഫുള്ള് കവറാകരുത്. ഇലയുടെ ആ തണ്ട് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത്രയും ഭാഗം, ഈ ഒരു ഭാഗം മാത്രം മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ നനച്ച് കൊടുക്കുക. ഇങ്ങനെ നനച്ചതിന് ശേഷം ഒരു ഷെയ്ഡുള്ള ഏരിയയിൽ, അതായത് ഒത്തിരി വെയിലൊന്നും അടിക്കാതെ ഷെയ്ഡുള്ള ഒരു ഏരിയയിൽ വെച്ച് കൊടുക്കുക. ഒരു 2-3 ആഴ്ചയാകുമ്പോഴത്തേക്ക് ഇതിന് ചെറിയ നാമ്പ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതേപോലെ ഞാൻ ലീഫ് വെച്ച് കിളിപ്പിച്ചത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചല്ലോ, ആ ഒരു തണ്ട് മുറിച്ച് വെച്ച കേട്ടോ. ഇത് അതുപോലെ തന്നെ ലീഫ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഈ ബിഗോണിയാസിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതായത് ഇതിന് വാക്സ് ആൻഡ് ട്യൂബറസ് ബിഗോണിയാസ് ഉണ്ട്. അതേപോലെ തന്നെ നല്ല ഒരുപാട് റെക്സ് ബിഗോണിയ ഉണ്ട്. അങ്ങനെ ഒരുപാട് കോമൺ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ.
അതേപോലെ ഏഞ്ചൽ വിങ് ബിഗോണിയാസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ വേറൊരു കാര്യം, പലർക്കും ഒരു സംശയമുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട് ഈ ബിഗോണിയാസ് പോയിസണസ് ആണ്, നമ്മുടെ പെറ്റ്സിന് ഒന്നും പറ്റത്തില്ല എന്ന്. പക്ഷെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ട്യൂബേഴ്സ് ഉള്ള ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗമാണ് പോയിസണസ് ചെറുതായിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെങ്കിൽ പൂർണ്ണമായിട്ടത് ഉണ്ടെന്നൊന്നും പറയുന്നുമില്ല. പക്ഷെങ്കിൽ ഇത് നമ്മുടെ ഹ്യൂമൻസിന് ഒട്ടും പോയിസണസ് അല്ല, ടോക്സിക് അല്ല. അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഈ ഒരു പ്ലാന്റ് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും എന്നും പറയപ്പെടുന്നുണ്ട്. അതും കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. എങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അലർജിയൊക്കെ ഉള്ളവർ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രം ഇതുപോലുള്ള പ്ലാന്റ്സ് വീട്ടിൽ വെക്കുക. അല്ലെങ്കിൽ അതുപോലെ പെറ്റ്സിന് അലർജി ഉണ്ടാവും, അല്ലെങ്കിൽ പെറ്റ്സിന് ടോക്സിക് ആണോ എന്നൊക്കെ നിങ്ങളൊന്ന് നല്ലപോലെ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ബിഗോണിയാസ് വാങ്ങി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നൊരു പ്രൊപ്പഗേഷൻ കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ പോട്ടിംഗ് സോയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അടിയിൽ നിറച്ച് ചരലായിട്ടേക്കുന്നത് കേട്ടോ. അതിന് മുകളിൽ മണ്ണും മണലും കൂടെ ചേർന്ന് ഒരു പോട്ടിംഗ് മിക്സ് വെച്ചു. അതിനുശേഷം ഞാൻ ബിഗോണിയയുടെ ഒരു ലീഫ് എടുത്ത് വെച്ചു, കുറച്ച് മണ്ണിട്ട് കൊടുത്തു. ഇനിയും ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കും. പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്തത് നമ്മുടെ ഈ സ്റ്റെം കട്ടിങ് ഞാൻ എടുക്കുന്നതാണ് കാണിക്കുന്നത്. എപ്പോഴും നമ്മൾ നടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെം കട്ടിങ്സ് എടുക്കുമ്പോൾ ഇതുപോലെ ചരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു സ്ലാൻഡ് കറക്റ്റ് നമ്മൾ നേരെ കട്ട് ചെയ്യൽ, ചെറുതായിട്ടൊന്ന് ചരിച്ച് ഒന്ന് കട്ട് ചെയ്താൽ മതിയാവും. കണ്ടോ, ഇതിപ്പം നല്ല ഒരു സ്റ്റെം കട്ടിങ്ങാണ് എനിക്ക് കിട്ടിയത്. ഇത്രയും ഭാഗം മാത്രം മതി കേട്ടോ, നമുക്ക് നല്ല ബുഷിയായിട്ടുള്ള ഒരു ബിഗോണിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഹോർമോണിലൊന്നും മുക്കേണ്ട ഒരു കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ തന്നെ കൊണ്ടുപോയി നട്ട് വെച്ചാൽ മാത്രം മതി. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അതുപോലെ ഞാനൊരു ലീഫ് കട്ടിങ്സ് കൂടെ എടുക്കുകയാണ് കേട്ടോ നട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രാവിലെ സമയത്ത് നല്ല സൺലൈറ്റും ഉച്ച കഴിഞ്ഞ് ചെറിയൊരു ഷെയ്ഡും കിട്ടത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എക്സെപ്ഷനലി ഹോട്ടായിട്ടുള്ള ഏരിയയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. രാവിലത്തെ ചെറിയ സൺലൈറ്റും ഉച്ച കഴിഞ്ഞ് ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലം നോക്കി വേണം നമ്മൾ. ഒരുപാട് ചൂടുള്ള സ്ഥലത്താണ് നിങ്ങളെങ്കിൽ വെക്കേണ്ടത്. ഇത് ഞാനൊരു 3 ആഴ്ച മുമ്പ് നട്ട് വെച്ചതാണ്. അതായത് ലീഫ് വെച്ച് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ ഒരു ഇല പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഇലയിൽ നിന്നാണ് ചെറിയൊരു തൈ മുളച്ച് വരുന്നുണ്ട്. കണ്ടോ, കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതാണ് ഞാൻ ലീഫിൽ നിന്ന് ലീഫ് നട്ട് കിളിച്ചു വന്നതാണ്. ഇത് നിങ്ങൾക്ക് ഏത് ബിഗോണിയയുടെ ഇല വെച്ചാലും ഇതുപോലെ കിളിച്ച് വരും. പിന്നെ നല്ലപോലെ നമ്മൾ വാട്ടർ സോലുബിൾ ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാം. 18 ഒഴിച്ചു കൊടുത്താൽ ഇച്ചിരി, അതായത് ഒരു നുള്ള് ഒരു ചെടിക്കെന്ന രീതിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ചെടി നല്ലപോലെ വളർന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം നല്ലപോലെ വാർന്നു പോകുന്ന ഒരു മണ്ണിൽ വേണം എപ്പോഴും നടാൻ. വെള്ളം കെട്ടിക്കിടക്കാൻ ഇടയാകരുത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. വെള്ളം നമ്മുടെ ചെപ്പോട്ടി മിക്സ് ഒരിക്കലും സോഗിയാകാതെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ഫ്രണ്ട്സ്, സീ യു നെക്സ്റ്റ് വീഡിയോ.